പൂരം ആനപ്രേമികളുടെ പ്രധാനപ്പെട്ട ഇടമാണ്. ഒരുപാട് ആനകൾക്ക് ഒരുപാട് ഫാൻസും ആനകളെ ഇഷ്ടപ്പെടുന്നവരൊക്കെയുണ്ട്. ഇത്തവണ പല ആനകളും ചരിത്രം കുറിക്കുന്നു. അതിലൊന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരൻ. 25-ാം വർഷമാണ് ചന്ദ്രശേഖരൻ ഈ പൂരത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. വലിയൊരു ചരിത്രമാണല്ലേ 25 വർഷം എന്നൊക്കെ പറയാം. പിന്നെ നമ്മളെന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള കാര്യമല്ലേ. ഇതിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവമ്പാടി കൃഷ്ണൻ്റെയും ഭഗവതിയുടെയും എന്താ വെച്ചാൽ സ്വന്തം ആനപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത്. കഴിഞ്ഞൊരു നൂറ്റാണ്ട്, ഏകദേശം ഒരു 50-51 കൊല്ലമായിട്ട് തിരുവമ്പാടി കൃഷ്ണൻ്റെയും ഭഗവതിയുടെയും ആനപ്പുറത്താണ് തെക്കോ ഗോപുരത്തിൽ എഴുന്നള്ളിക്കുന്നത്. ഒരു അമ്പലത്തിനും അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇത് പറയാൻ അവകാശപ്പെടാൻ ഇതില്ല. തീർച്ചയായിട്ടും തിരുവമ്പാടിയുടെ ദേശത്തിൻ്റെ അഭിമാനമാണ് ചന്ദ്രശേഖരൻ. ഇവിടെ വന്നിട്ട് 25 കൊല്ലമാണ് പൂരത്തിൽ പങ്കെടുക്കുന്നത്. അത് 7ാമത്തെ കൊല്ലമാണ്. ശിവസുന്ദരാന ചെരിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചന്ദ്രശേഖരൻ കോലം കയറ്റാൻ തുടങ്ങിയത്. അതിനു മുമ്പ് രാത്രി പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പാനയായിരുന്നു. ചന്ദ്രശേഖരനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നാടൻ ആനകളെ കിടപിടിക്കുന്ന ആനയാണ്. ഏത് സദസ്സിലും കൊണ്ട് കയറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരാനയും ഇതിൻ്റെ ഒപ്പം നിൽക്കാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ നിലവ് ആനയുടെയാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. എന്താ പറയുക, ആനക്കാരുടെ അനുമതി ഇല്ലാണ്ട് തന്നെ ആനയുടെ സ്വന്തമായിട്ടുള്ള എന്താ പറയുക നിലവ് എന്ന് വെച്ചാൽ എഴുന്നള്ളിപ്പ് വൃത്തി എന്ന് പറയുന്നത് ചന്ദ്രശേഖരൻ്റെയാണ് ഒരു ട്രേഡ് മാർക്കാണ്. തീർച്ചയായിട്ടും നമ്മുടെ ദേശക്കാർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അഭിമാനമാണ്. എന്ന് വെച്ചാൽ സ്വന്തം ആനപ്പുറത്ത് എഴുന്നള്ളിക്കാൻ പറ്റിയത് തന്നെ. ചന്ദ്രു എന്നൊക്കെയാണോ ആളുകൾ പലതും പല പേരൊക്കെ വിളിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ചന്ദ്രു എന്ന് വിളിക്കുന്നുണ്ട്. പല തരത്തിൽ അവരൊരു താല്പര്യപ്പെട്ട രീതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആനക്കാരോട് മാത്രമല്ല, ആന ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പോലും ഒരു എന്താ പറയുക സ്നേഹം അല്ല, എന്താ പറയുക അനുഭൂതി അല്ല, ഇത് കാണിക്കുന്ന അനുകമ്പ കാണിക്കുന്ന ഒരു പ്രകൃതമാണ്. ആനയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരോടൊക്കെ വളരെയധികം ആനയ്ക്ക് ആൾക്കാരെ കണ്ടറിയാൻ പറ്റും. അപ്പോൾ അവർ വന്ന് ബൈക്കിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ തന്നെ ആന അറിയാം ഇപ്പോൾ ആനയുള്ള ഭക്ഷണം കിട്ടുന്നത്. തീർച്ചയായിട്ടും അതുപോലെ എന്താ പറയുക, നാടനാന 10-25 വർഷം മുകളിലായതുകൊണ്ട് ആനയ്ക്ക് അറിയാം, ആൾക്കാരെ അറിയാം. ആ ആൾക്കാരനുസരിച്ച് ആന വന്നു കഴിഞ്ഞാൽ വിളിക്കും. അല്ലാതെ പ്രത്യേക കുറുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അയ്യോ, ഒരിക്കലും ഇല്ല. അത് ഇത്രയും ഞാൻ നല്ല സ്വഭാവമുള്ള ഒരു ആന. ഇതിൽ ഏറ്റവും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വന്നപ്പോഴേ കേട്ടത് ഭയങ്കര സൽസ്വഭാവിയാണ് ചന്ദ്രു എന്നാണ് ആനപ്രേമിയെ ഒരാൾ പറഞ്ഞു വിട്ടത്. അതെ, എന്ന് വെച്ചാൽ ഏത് സദസ്സിലും കയറ്റി നിർത്താൻ പറ്റിയ ആനയാണ്, ആനക്കാരൻ്റെ ആനയാണ്. അതുപോലെ തന്നെ മാത്രമല്ല, അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് പോലും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന സ്വഭാവമുള്ള ഒരു ആനയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഭിമാനമാണ് നമ്മുടെ ആനപ്പുറത്ത് നമുക്ക് എഴുന്നള്ളിക്കാൻ സാധിക്കുന്നത്. ഇവിടുന്ന് എങ്ങനെയാണ് ഇവിടേക്ക് ഉള്ള വരവൊക്കെ എങ്ങനെയായിരുന്നു ചന്ദ്രൻ്റെ? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ നമ്മുടെ തട്ടദേശത്തെ മറ്റേ ഗോപി വാര്യർ എന്ന് പറഞ്ഞ ആളാണ് ഈ ആനയെ മേടിക്കുന്നതും അങ്ങേരെ മേടിച്ച് ഈ ആനേനെ ആനയാക്കുന്ന രീതിയിൽ എത്തിയിട്ടാണ് തിരുവമ്പാടി ദേവസ്വം സമർപ്പിക്കുന്നത്. അങ്ങേരെ ചെറുപ്പകാലത്തിൽ അങ്ങേര് കണ്ടു വളർന്നിട്ടുള്ള ആനയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. നമ്മൾ 28 വർഷക്കാലം തിരുവമ്പാടി പൂരത്തിന്, തൃശ്ശൂർ പൂരത്തിന് കോലം കയറ്റിയിട്ടുള്ള ആനയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. ആ ആനയോടുള്ള എന്താ പറയുക വാത്സല്യവും സ്നേഹവുമാണ് ഈ ആനയെ മേടിച്ച് അങ്ങേര് തിരുവമ്പാടി ദേവസ്വത്തിന് സമർപ്പിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ആന ഒരു ഇടത്തരം ഫാമിലിയുള്ള ഒരാൾ ഇതുപോലത്തെ ഇത്രയും വലിയൊരു ആനേനെ തിരുവമ്പാടി കൃഷ്ണനും ഭഗവതിക്കും സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ആ അമ്പലത്തിനോട് അല്ലെങ്കിൽ ആ ചൈതന്യത്തോടുള്ള എന്താ പറയുക അടങ്ങാത്തൊരു അഭിനിവേശം അല്ലെങ്കിൽ സ്നേഹമാണ്. തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് ഇന്നേ വരെ ആനയെ നോക്കി പരിപാലിച്ചു വരുന്നത്. നിങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ തീർച്ചയായും ഇത്രയും വർഷം അതും ഇത്ര വലിയൊരു പരിപാടി, അതായത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ളതിന് തിടമ്പേറ്റി ആ തെക്കേ ഗോപുരം കടന്നു വരിക പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും മനസ്സിന് അത്രയും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ചന്ദ്രശേഖരൻ്റെ കൂടെ നമുക്കും ഒരു ഭാഗമാവാൻ പറ്റുന്ന പറയാം, തിരുവമ്പാടിയുടെ നമ്മളൊരു ഭാഗമായിട്ട് നിൽക്കണമെന്ന് പറയുന്നത് തികച്ചും അഭിമാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും അല്ലേ? തീർച്ചയായും വലിയ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ഈ ചന്ദ്രശേഖരനും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും, തൃശ്ശൂർക്കാർക്കും തിരുവമ്പാടിക്കാർക്കും പ്രത്യേകിച്ചും അഭിമാനമാണ്. വലിയൊരു മുതൽക്കൂട്ടാണ് തിരുവമ്പാടിയുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ളൊരു ഇതാണ് ചന്ദ്രശേഖരൻ. എന്തായാലും പ്രശാന്ത് മേനോൻ അദ്ദേഹം ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ, കാര്യങ്ങൾ, നിങ്ങളെല്ലാം ഹാപ്പിയാണോ? എന്താണ്? അല്ല, ഇതിൽ ആനകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നാട്ടാനകളുടെ ദൗർബല്യം ഭയങ്കരമായിട്ട് കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 45-46 ആന നമ്മൾ ഏറ്റു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് ടെസ്റ്റ് കിട്ടി ഏകദേശം 28 ആനയാണ് നമുക്ക് ഘടകപൂരങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ പല പൂരങ്ങളും 7 ആനപ്പുറത്തും അല്ലെങ്കിൽ 5 ആനപ്പുറത്തൊക്കെ എഴുന്നള്ളിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ആനകളുടെ ഷോർട്ടേജ് വളരെയധികം ബാധിക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം മാത്രമല്ല, എല്ലാ ഉത്സവങ്ങളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആനകൾക്ക് കൂടുതൽ പണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? നമ്മൾക്ക് ഈ പറഞ്ഞില്ലേ 45-50 ആനകളുണ്ടെങ്കിൽ ആനകൾക്ക് വേണ്ട സമയത്ത് നമുക്ക് റെസ്റ്റ് കൊടുത്ത് ഈ പറഞ്ഞ പോലെ ആനകളെ ഷിഫ്റ്റ് മാറ്റി നമുക്ക് എഴുന്നള്ളിക്കാൻ പറ്റും. എല്ലാ ആനകളെയും നമുക്ക് എല്ലാ സമയത്തും എഴുന്നള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ട തരത്തിലുള്ള റെസ്റ്റുകൾ കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പൂളിൽ കൂടുതൽ ആനകളുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റിലുണ്ടായിരുന്ന 4-5 ആനകളാണ് ചെരിഞ്ഞു പോയിട്ടുള്ളത്.
പുതിയ ആനകളൊന്നും വരുന്നില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അന്ന് 2 ദിവസം മുമ്പ് നടന്ന വനവകുപ്പ് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ നടന്ന മീറ്റിങ്ങിൽ ദേവസ്വത്തിൻ്റെ കൺസേൺസ് ദേവസ്വം പറഞ്ഞിട്ടുണ്ട്. ആനകൾ വരണം, നമ്മുടെ ഈ വിശ്വവിഖ്യാതമായിട്ടുള്ള പൂരങ്ങൾ, ഉത്സവങ്ങൾ, അതുപോലെ തൃശ്ശൂർ പൂരമൊക്കെ എന്താ പറയുക പ്രൗഢിയോടെ നടത്തണമെങ്കിൽ നമുക്ക് ആനകൾ വേണം. അപ്പോൾ ആനകളെ കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് താഴ്മയായിട്ട് പറയാനുള്ളത്. എന്തായാലും അതാണ് ചന്ദ്രശേഖരൻ വലിയ ആവേശമായി മാറും ഇത്തവണയും. അതാ ഗംഭീരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്, ഉഷാറായിട്ട് നിൽക്കുകയാണ്, നല്ല ഗംഭീര കാഴ്ചയായി നിൽക്കുകയാണ്. ഇവരെല്ലാവരും വലിയ അഭിമാനത്തിലുമാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.